ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഉണ്ണിയാമ്പാടി വേൾഡ്സ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് യാൻതായ് പാർക്കിലാണ്. യാൻതായ് പാർക്കിലാണ്. പിന്നെ ഇവിടെ ഇന്ന് മൊത്തം സ്മോക്കാണ്. ടിയാൻമ കാണിച്ചു വിടണം. നമ്മുടെ ഹോട്ടലാണത്. ടിയാൻമയാണ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു സീനറിയൊക്കെ കിട്ടി, നല്ലൊരു പാലമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഇതൊക്കെ സേഫാക്കി വെച്ചേക്കുന്നതാണ്, ഇതുപോലെ വളരുന്നതല്ല. പിന്നെ സൈഡിൽ കമ്പൊക്കെ കുത്തി വെച്ചേക്കുന്നതിനാ അറിയാം, ഇത് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതുപോലെ നല്ല ചെടികളൊക്കെ നല്ല ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല. ഇവിടെ ഞങ്ങളുടെ ടിയാൻമയുടെ ഓപ്പോസിറ്റുള്ള പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ടിയാൻമ, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഹോട്ടൽ. ഈ പാർക്ക് മാത്രമല്ല, ഒരുപാട് പാർക്കുണ്ട്. ഞങ്ങളിപ്പോൾ ഈ പാർക്കൊന്ന് ഫുള്ള് കാണിക്കാൻ. അത്യാവശ്യം നല്ല വലിയ പാർക്കാണ്. നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലം ഇവിടെ ഉണ്ട്. ഈ പാലമൊക്കെ ഞങ്ങൾ കഴിഞ്ഞ മാസമല്ല, ഒരു 2 ദിവസത്തിന് മുന്നേ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൽ കൂടെ പോയാൽ നമ്മൾ ആ പാലം വെക്കും. എനിക്ക് കറക്റ്റ് വഴി ഓർമ്മയില്ല, അത് ഇങ്ങനെ ഓർമ്മയുണ്ടാവും. ഇതാ ഗൈസ്, നല്ല ചെടികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇതൊക്കെ പിന്നെ വെട്ടി ഷേപ്പാക്കി വെച്ചേക്കുന്ന ചെടികളാണ്. അങ്ങോട്ട് നോക്കി ക്രിസ്മസ് ട്രീ പോലത്തെ ഒരുപാടൊക്കെ ഉണ്ട്. ക്രിസ്മസ് ട്രീ അല്ല അത്, പക്ഷെ അതേപോലെ തന്നെ നല്ല ഷേപ്പാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ ക്രിസ്മസ് ഓണമൊക്കെ ഉണ്ടോ നമുക്ക് അറിയത്തില്ല. ക്രിസ്മസ് കാണും, കാരണം അത് വേൾഡ് ഫേമസ് അല്ലേ. ഇവിടെ എല്ലായിടത്തും ഒരു ബെഞ്ചൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഇരുന്ന് കാഴ്ച കാണാൻ. പിന്നെ ഒരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ, കീപ് ഓഫ് ദ ഗ്രാസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഗ്രാസിന്റെ അകത്തോടെ പോകാൻ പറ്റില്ല. ഈ ഗ്രാസ് ഇങ്ങനെ വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് നല്ല ഒരു ബ്യൂട്ടിക്ക്, ഒരു ബ്യൂട്ടി. ഇത് പറഞ്ഞാൽ എല്ലാം വെട്ടി ഷേപ്പാക്കി വെച്ചേക്കുന്നതാണ്. ചിലതൊക്കെ ഇതുപോലെ വളരുന്നതാണ്, ഇതൊക്കെ ഇതുപോലെ വളരുന്നതാണ്. ഗൈസ്, ഇത് കണ്ടോ, നല്ല ഇരുട്ട് പോലെ തോന്നുന്നുണ്ട്. ഇത് അതിൻ്റെ അകത്ത് പോയാൽ ഒരു കാട് പോലെയൊക്കെ ഉണ്ടാവും. നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ 2 മാസത്തെ വെക്കേഷനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. നിങ്ങളിപ്പോൾ ഇനി യാൻതായിലോട്ട് വരുവാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ടിയാൻമ എടുക്കാൻ നോക്കുക. പാർക്കിലോട്ട് മാക്സിമം വരാൻ നോക്കുക, നല്ല പാർക്കാണ് ഇത്. പിന്നെ ഇതുപോലെ വളരുന്നതാണ്. ഇടയ്ക്ക് ഇങ്ങനെ വെട്ടി ഷേവാക്കി കൊടുക്കാറുണ്ട്. ഇവർ വെട്ടി ഷേപ്പാക്കുക, അതാണ് ഇവരുടെ നേച്ചർ, അതായത് ചെയ്യുന്ന അവരുടെ ബ്യൂട്ടി. നമ്മുടെ ഇന്ത്യയിലൊന്നും ഇങ്ങനെ വെട്ടി ഷേപ്പാക്കാറില്ല, അത് സാധാരണ വളരുന്ന പോലെയാണ്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? റൈറ്റ് ആണ്. അങ്ങോട്ട് പോയാൽ ഇനി റോഡാണ്. നീ തോന്നുന്നു റൈറ്റ് ആണ്. അങ്ങോട്ട് പോയ റോഡ്, നേരെ പോയാൽ നമ്മുടെ തിയാൻതി സ്ക്വയർ എത്തും. ഈ പാർക്കിൻ്റെ പേരെന്ന് വെച്ചാൽ തിയാൻതി സ്ക്വയർ എന്നാണ്. തിയാൻതി സ്ക്വയറിൻ്റെ മെയിൻ ഏരിയ ആയിരിക്കും നമ്മൾ എത്തുന്നത്. അവരാണ് ഇവിടുത്തെ ഡാൻസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇതുപോലെ വളരുന്നതാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് വെട്ടി, ഇത് കണ്ടോ വെട്ടി ഷേപ്പാക്കുന്നതൊക്കെ, ഇതൊക്കെ വെട്ടി ഷേപ്പാക്കുന്നതാണ്. നിങ്ങൾ ആ കല്ലൊക്കെ ഒന്ന് കാണിച്ചു, ആ കല്ലൊന്ന് കാണിക്കും. ആ കല്ല് കണ്ടോ, അവിടെ ഇരിക്കാനുള്ള സ്ഥലമല്ല, അത് സാധാരണ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അതൊക്കെ പിന്നെ ആൾക്കാർ എടുത്തോണ്ട് വന്ന് വെക്കുന്നതല്ല, അതവിടെ ഉണ്ടാകുന്നതല്ലേ. അപ്പം നമുക്കൊരു ഈ ചൈനയിൽ വന്നതിന് ഞങ്ങൾക്ക് ഏറ്റവും ഇത് ഞങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നല്ല ക്ലീൻ ഏരിയ ആണ്. ഇവിടെ ഫുള്ള് ഇവിടെ സൈഡിലൊന്നും ആൾക്കാർ വേസ്റ്റ് ഒന്നും ഇടുന്നില്ല, എല്ലാവരും വേസ്റ്റ് ബിന്നിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻസിനെ കണ്ട് അവർ നമ്മുടെ അവിടെ ഫോട്ടോ എടുക്കാൻ വരും, അതാണ് മെയിൻ തിങ്. ഇവിടെ വിസിറ്റേഴ്സിനോട് ഫോട്ടോ എടുക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ തിങ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിയാൻമ കാണാൻ പറ്റുന്നുണ്ടാവും. ഫുള്ളി സ്മോക്കാണ്. ടിയാൻമ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ടിയാൻമ, ഫുള്ളി സ്മോക്കാണ്, അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പാലത്തിലോട്ട് പോവാം. ഈ ഉദ്ദേശിക്കുന്ന അത്ര വലിയ പാലമൊന്നുമില്ല, ചെറിയ പാലം, നമ്മുടെ സാധാരണ പോലെ. ഇത് 1984 ആയ പാർക്കാണ്. ഒരു സ്ക്വയർ ഇല്ലടാ, അതിന്റെ പേര് തിയാൻതി സ്ക്വയർ. ഈ പാർക്കിന്റെ പേര് ഏതാണ്? തിയാൻതി സ്ക്വയർ എന്ന് വെച്ചാൽ ഡാൻസിങ് ഏരിയാസ് ആണ്. ഇവിടുന്ന് ലെഫ്റ്റ് യു ടേൺ. വഴി അങ്ങോട്ട് മറന്നു. ഈ പഴം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഇവിടെ
വവ്വാലൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ, ഞാൻ അന്ന് പറഞ്ഞത് ഇവിടെ എല്ലായിടത്തും CCTV ക്യാമറ ഉണ്ട്. ഇവിടെ 39 ആ സ്പീക്കർ കണ്ടോ? ഇതാണ് ഇവിടുത്തെ സ്പീക്കർ. ഇതാണ് ഇവിടുത്തെ സ്പീക്കർ. ഇതാണ് ഇത് കണ്ടോ, ഇവിടെ എന്തോ പൈസ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൈനീസ് അറിയാതെ വായിക്കാൻ പറ്റത്തില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോ കട്ടാവും. ഓക്കെ, അവിടെ ആൾക്കാര് വേസ്റ്റ് ഒക്കെ ഡസ്റ്റ്ബിന്നിലായിരുന്നെങ്കിലും കണ്ണേ കണ്ടിട്ട് മൊത്തം തുപ്പി ഇടാതാ. അതാണ്, പക്ഷെ വേസ്റ്റ് അത്രയ്ക്ക് ഇടാറില്ല. പക്ഷികളാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് റൈറ്റ് ആണ്. റൈറ്റ് അല്ല ലെഫ്റ്റ്. ഓക്കെ ബാ. ഇത് ചെറിയ ബ്രിഡ്ജാണ്. നമുക്ക് വരാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തെടുത്തു നമ്മൾ ഒന്നുകൂടി അങ്ങോട്ട് പോയിട്ട് ഇത് നല്ല ബ്രിഡ്ജാണ്. ഇത് ബ്രിഡ്ജ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതുണ്ട് ഗൈസ് ഇവിടത്തെ. ഇത് ഏതാ ചെടികൾ? അപ്പൊ നല്ല പാലമാണ് ഇവിടത്തേക്ക്. പാലൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഇത് വുഡാണ്. ഇത് വുഡാണ്, റിയൽ വുഡ് വെച്ച് ഉണ്ടാക്കിയതാണ്. ഇത് ഇവിടുത്തെ ഇവിടെ ഇപ്പൊ ഭയങ്കര ചൂടുകാലം തുടങ്ങിയിരിക്കുകയാണ്. നല്ല ചൂടാണ് ഇവിടെയൊക്കെ. ഇപ്പൊ ചെറുതായിട്ടൊന്ന് മഴ പെയ്തായിരുന്നു. മഴ പെയ്തു ചെറുതായിട്ട്. ഇത് കണ്ടോ, വീട്ടിൽ ക്രിസ്മസ് ട്രീ വരാക്കി തൊട്ടാവാടിയാണ്. ഇവിടെ തൊട്ടാവാടി. ഇത് തൊട്ടാവാടി പോലെ ഉണ്ട്, പക്ഷെ തൊട്ടാവാടി ആണോ? അല്ല, തൊട്ടാവാടി അല്ല. ഇവിടെ കണ്ടിട്ട് തൊട്ടാവാടി പോലെ ആണ്, പക്ഷെ തൊട്ടാവാടി അല്ല. ഇത് പിന്നെ കണ്ടോ, ഒരു ഫോറസ്റ്റ് പോലെ. ഫോറസ്റ്റിന് നടക്കുന്ന ബ്രിഡ്ജ്, അങ്ങനത്തെ ഒരു ഫീലാണ് ഇവിടെ നമുക്ക്. ഞാനൊരു സൈക്കിളിലാണ് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കുലുങ്ങിയൊന്ന് ക്ഷമിക്കണം. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ എയർ തിയേറ്റർ. അപ്പം നമുക്ക് ഓപ്പൺ എയർ തിയേറ്ററിൽ കൂടെ താഴേക്ക് തിയാന്തി സ്ക്വയറിലേക്ക് പോവാം. നമുക്കിപ്പോൾ ഇവിടുന്ന് ഈ പാലം ഒന്ന് കട്ട് ചെയ്യാം. കാരണം പാലം ഒരുപാട് നേരമായി. ഓക്കെ, ഞാൻ നോക്കാം. അപ്പം ഇതാണ് ഇവിടുത്തെ ഓപ്പൺ എയർ തിയേറ്റർ. ഇതിൻ്റെ ടോപ്പ് റിയൽ മരം വെച്ചുണ്ടാക്കിയതാണ്. ഇത് കണ്ടു ഞങ്ങൾ പറഞ്ഞല്ലേ, നോ പെറ്റ്സ് അലൗഡ്. ഇതാണ് ഇവിടുത്തെ ഏരിയ. അപ്പം നമ്മൾ തിയാന്തി സ്ക്വയർ എത്തി. ഡാൻസിങ്ങിൻ്റെ ഏരിയ സർക്കിളാണ്, അതിന് സ്ക്വയർ എന്ന് വിളിക്കുന്നതാണ്. ഇതാണ് നമ്മൾ വന്നപ്പോൾ ചെയ്ത പാലം. വന്ന് ഇറങ്ങി വന്ന പാലം. ഷോർട്ട് പാത്താണ്. ഇവിടുന്ന് നമ്മൾ കയറി തിരിച്ച് അവിടെ നിന്ന് കറങ്ങി വന്നേ ഉള്ളൂ. ഇത് നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ആക്ച്വലി ക്രിസ്മസ് ട്രീ പോലെ. ഇത് ക്രിസ്മസ് ട്രീ പോലെ അല്ല, എനിക്ക് തോന്നുന്നു ഇത് ഇതുപോലെ തന്നെ വളരുന്നതാണ്. പിന്നെ ഈ അടിയിൽ എന്തുവാ, ഈ മരത്തുകളുടെ അടിയിൽ ഈ വൈറ്റ് കളർ അടിച്ചേക്കുന്നത് എന്തിനാന്ന് ആർക്കെങ്കിലും അറിയില്ലെന്ന് പറയുക. ഇവിടെ അതാണ്ട് കാണിച്ചു തരാം. ഇവിടെ മഗേഷിഫ്റ്റ് ടെൻസ് ഒക്കെ ഉണ്ട്. അതാണ്ട്
ബോർഡ് കണ്ടോ, ഏരിയ ഫോർ മകേഷ്. ഇവിടെ എമർജൻസി ടോയ്ലറ്റ് വരെ ഉണ്ട്. നമ്മുടെ പാർക്കിൽ എനിക്ക് ടോയ്ലറ്റ് ഇല്ലെന്നാണ് തോന്നുന്നത്. ഉണ്ട്, ഇല്ല, ആ സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് നിങ്ങൾ ആരെങ്കിലും കൊല്ലത്തുനിന്നാ കാണുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കൊല്ലത്തുനിന്ന് കാണുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക. ആരെങ്കിലും ഞങ്ങൾക്കൊന്ന് ഒരിത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് ഒരു 500 ആദ്യം 300 അടുപ്പിച്ചിട്ട് പിന്നെ അത് 500ലേക്ക് ഒന്ന് ഗിഫ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതാണ് ത്യാന്തി സ്ക്വയർ എന്ന് പറയുമ്പോ. ഇതാണ് ത്യാന്തി സ്ക്വയർ, ഡാൻസ് നടക്കുന്ന ഏരിയ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ നേരത്താണ് ഒരു പാർക്ക്. ഒരു പാർക്ക്. അപ്പൊ നമുക്ക് പാർക്കിലോട്ട് പോയാലോ? ഓക്കെ, നമ്മളിതാ പാർക്കില്ല. നെക്സ്റ്റ് ഇവിടെ നിഹാവ് എന്ന് വെച്ചാൽ ഹലോ ആണ്. ഇന്ത്യയാണ്. ഇവിടെ ഇന്ത്യൻസിനെ ആരും വിളിക്കുന്നത് ഇന്ദുവാ എന്നാണ്. അപ്പൊ നമുക്ക് പാർക്കിലോട്ട് പോവാം. ഓക്കെ. ഇവിടെ ഫുള്ള് പറഞ്ഞ സ്മോക്കാണ്. ഇത് എന്താന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടുത്തെ കാലാവസ്ഥ ഇതെന്ന് വെച്ചാൽ ഫോഗും സ്മോക്കും ഒരുമിച്ച് മിക്സ് ആയിട്ട്, സ്മോക്കും ഫോഗും അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതാണ്. സ്മോക്കും ഫോഗും മിക്സ് ആവുന്നതിനാണ് നമ്മൾ ഈ പറയുന്ന സ്മോഗ് എന്ന്. അതാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. അപ്പൊ നമുക്ക് പാർക്കിലോട്ട് പോവാം. നമുക്ക് താഴേക്കൊന്ന് പോവാം. നമുക്ക് ത്യാന്തി സ്ക്വയറിലോട്ട് പോവാം. ഇവിടുന്ന് താഴേക്ക് അങ്ങ് പോവാം. ഇത് കുറച്ച് ഡേഞ്ചറസ് ഏരിയയാണ് ഗൈസ്. അല്ല, ഞാൻ പിടിച്ചോളാം. അല്ല, ഓക്കെ, നമ്മളപ്പോൾ താഴേക്ക് പോവുകയാണ്. ഓക്കെ, ഞാൻ പിടിച്ചോളാം. അയ്യോ, താഴേക്ക് പോകുന്നു. നമ്മൾ സൈക്കിളിലാണേ പോകുന്നത്. ഓക്കെ അമ്മച്ചി, സേഫ് ലാൻഡിങ്. ഇതാണ് അപ്പം ത്യാന്തി സ്ക്വയർ. നമുക്ക് അപ്പോൾ പാർക്കിലും കൂടെ കയറി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ വീഡിയോ. വീഡിയോ മിക്കവാറും ഇപ്പോൾ ലോങ് ആയി കാണും. എത്ര മിനിറ്റ് ആടാ? എനിക്ക് തോന്നുന്നു 12 മിനിറ്റ് ആയിരുന്നു. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒരു 15 മിനിറ്റ് കൊണ്ടുണ്ടാവും. അപ്പോൾ ഗൈസ്, ഇതാണ് ആംബറിന്റെ മാല. ഇത് എത്രയോ വർഷങ്ങൾക്ക് മണ്ണിന്റെ അടി കിടന്നതാണ് എന്നാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർക്കിലോട്ട് പോകാം. നമ്മുടെ പാർക്ക് എത്തിയിട്ടുണ്ട്. ഈ പാർക്കിന്റെ പേര് എന്താണെന്ന് അറിയില്ല. ഈ ഫുള്ള് പാർക്കിന്റെ പേര് ഏതാണ്? അപ്പൊ ഇതിന്റെ ഇത് ഏതാണെന്ന് ചിലപ്പോൾ ഈ പാർക്ക് ഇത് ഏതല്ല, ഇതാണ്. ഇത് കണ്ടോ? ഇത് ചൈൽഡ്സ് പാരഡൈസ് എന്ന് പറയുന്ന പാർക്കാണ്. ഒന്ന് അടിയിലോട്ട് കാണിച്ച്. ഇത് കണ്ടോ? ഇവിടെ എങ്ങനെ ഇത് മൊത്തം സ്പോഞ്ചാണ്. ഓക്കെ, നമുക്കപ്പോൾ അപ്പോൾ നമ്മൾക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ പാർക്ക് എന്ന് പറയുന്നത്. ചെറിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ.